ഞാൻ ഈ നിൽക്കുന്ന പ്രദേശമാണ് ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ച ദാരുണമായ സംഭവം നടന്ന പ്രദേശം. കുരങ്ങൻചോല എന്നാണ് ഈ പ്രദേശത്തിന് പറയുക. കുരങ്ങൻചോല വ്യൂ പോയിന്റ് എന്നാണ് ഇത് സഞ്ചാരികൾക്കിടയിൽ അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നത് വ്യക്തമാവും. അതായത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ കോടമഞ്ഞിങ്ങനെ ഈ പച്ചപ്പിന് മുകളിൽ നിന്നുകൊണ്ട് ആകാശം എത്രയോ അടുത്ത് കാണാവുന്ന തരത്തിൽ വളരെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരിടം എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു സ്ഥലമാണ്. ആ കാരണം തന്നെയാണ് ആ കുട്ടികൾ 7 പേര് ഇന്നലെ വൈകിട്ട് ആ സായാഹ്നത്തിൽ ഇവിടെ എത്തി പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഈ മരത്തിന് ചുവട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. അവരുടെ വസ്ത്രങ്ങളാണ് നമുക്ക് ഈ കാണുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു അവർ ഇരുന്നിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആ ഇടിമിന്നൽ ഏൽക്കുന്നത്. ഇവിടെ നിന്ന് ആ 7 പേരിൽ ഒരാൾ തെറിച്ച് ഏകദേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ആദ്യ തിരച്ചിലിൻ്റെ സമയത്ത് ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതായിരുന്നു നിഗമനം. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് അതിൽ ഒരാൾക്ക് കൃത്യമായി ബോധം വന്നതിന് ശേഷമാണ് 7 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരുടെ ഇടപെടൽ ആ കുട്ടിയെ കൂടി കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നത്. ഉള്ളിലഞ്ഞല്ലാതെ നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതൊരാളുടെ ചെരുപ്പിൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ വേണ്ടി കഴിയും. വലിയ തോതിൽ അത് കീറിയിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. മുൻപ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഇത്തരം അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ വൈകിട്ട് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നത്. 4 പേരെ ഈ ഗ്രാമത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വേദനയോടെ അല്ലാതെ അവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ്. എന്തോ ഒരു അബോധവശാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. നാടിന് തന്നെ വലിയൊരു സങ്കടമാണ്. ഈ ഇടിമിന്നൽ ഏൽക്കാൻ സാഹചര്യം ഈ മരത്തിന് ചോട്ടായിരുന്നു അവരിരുന്നത്. അങ്ങനെ പക്ഷെ എന്താണ് ആ സാഹചര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലേ? അതൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒന്നും അങ്ങനെ മരത്തിനോ ഇതിനൊന്നും ഇടിതട്ടിയായിട്ട് ഇതൊന്നും കാണുന്നില്ല. അതെന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള വിഷയം. പിന്നീട് നമ്മളൊക്കെ ഒരു 5:30-6 മണിയോടുകൂടിയാണ് വിവരം അറിയുന്നത്. അങ്ങനെ പോലെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ പോയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളൊക്കെ ഇനി അങ്ങോട്ടേക്ക് നീങ്ങുക. എൻ്റെ വിഷയം വളരെ സങ്കടമാണ്. അത് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ വിഷമം ഈ നാട്ടിലെ എല്ലാവർക്കും. കാരണം നാടിൻ്റെ കുട്ടികളെ 4 പേരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മറ്റ് 3 പേര് ഇപ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങുള്ള ആ വീട്ടിലെ ഒരു ചേട്ടൻ, അദ്ദേഹത്തിന് ഇതിൻ്റെ മറുഭാഗത്ത് ഒരു ചായക്കടയുണ്ട്. അദ്ദേഹം ആ ചായക്കടയിലേക്കുള്ള സാധനങ്ങളുമായി പോകുന്ന വഴിയാണ് ഈ പ്രദേശത്ത് ഈ കുട്ടികളിങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു സംശയം തോന്നിയതോടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരികയും ഇവിടെ ഈ കുട്ടികളെ തട്ടി വിളിക്കുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടികൾ എണീക്കാതെ വന്നതോടെ ഈ പ്രദേശത്തുള്ളവരെ എല്ലാം വിളിച്ചു കൂട്ടി അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടിയാണ് ചെയ്തിരുന്നത്. എന്തായാലും നാട്ടുകാരുടെ ഒരു ഇടപെടൽ അതെത്രയും കാര്യമായിട്ട് നമുക്ക് പറയേണ്ടതാണ്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് കൃത്യമായി ഈ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ച് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 4 പേരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അതിനുശേഷം കൃത്യമായി പൊതുദർശനമുണ്ട്. അതിനുശേഷം വീടുകളിലേക്ക് എത്തിച്ച് ഖബറടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വേദനയോടെ അല്ലാതെ ആർക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം വി സോളകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.